ഹായ് ഓൾ, വെൽക്കം ടു അഞ്ജലീസ് ഡേ ബുക്ക്. ഇന്ന് MA ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെൻറ്റ് അങ്ങനൊരു പേപ്പർ ഉണ്ട്, ഫസ്റ്റ് സെമ്മിലുള്ളതാണ്. സോ അതിൻ്റെ ഈ ടോപ്പിക് സിംപ്ലിഫിക്കേഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഇത് കാണാവുള്ളൂ. ഇത് മാത്രം കണ്ടിട്ട് എക്സാം ഒന്നും എഴുതാൻ ആർക്കും പറ്റില്ല. ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് മാത്രം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതിൻ്റെ ഒരു ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സമ്മറി മാത്രമാണ് ഈ ഒരു വീഡിയോ. പിന്നെ ഇന്ത്യൻ എത്തോസ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഇറ്റ്സെൽഫ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം ഫിലോസഫി ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇതൊരു പരിധി കഴിഞ്ഞ് പറഞ്ഞു തരാനും ബുദ്ധിമുട്ടാണ്. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ജസ്റ്റ് വായിക്കുക, അർത്ഥം പറയാം, ആ ഒരു രീതിയിലേ പറഞ്ഞു പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നിട്ടുള്ള ഒരു നോട്ട് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പം നെറ്റിലൊക്കെ ഒരുപാട് സോഴ്സസ് വേറെ കിട്ടും. അപ്പം അങ്ങനത്തെ ആർട്ടിക്കിൾസും വായിച്ചു നോക്കണം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിട്ട് മാത്രം കാണുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. ബിസിനസ് എത്തിക്സ്. എന്താണ് ബിസിനസ് എത്തിക്സ്? Business ethics refers to the set of principles or standards that govern the moral conduct of a business. ഒരു ബിസിനസ്സിൻ്റെ, ഒരു ഓർഗനൈസേഷൻ്റെ മോറൽ കോണ്ടക്റ്റിനെ ഗവേൺ ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് എന്നാൽ മോറൽ വാല്യൂസ് എന്നാണ് അർത്ഥം. ഇന്ത്യൻ കൾച്ചറുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മോറൽ വാല്യൂസിനെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബിസിനസ് എത്തിക്സ് സേസ് ദാറ്റ് ബിസിനസ് ഹാവ് ടു ബി ഓണസ്റ്റ് വിത്ത് ദംസെൽസ് ആൻഡ് സൊസൈറ്റി. ബിസിനസ് എത്തിക്സ് എന്താണ് പറയുന്നത്? ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതിനോടും അത് നിൽക്കുന്നതായ സൊസൈറ്റിയോടും ഓണസ്റ്റ് ആയിരിക്കണം, സത്യമുള്ളവരായിരിക്കണം എന്ന്. അത് നിൽക്കുന്ന സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഫ്രൂട്ട് എൻജോയ് ചെയ്യുന്ന സൊസൈറ്റി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓണസ്റ്റ് ബിഹേവിയർ ബിസിനസ്സിന് കൊടുക്കാൻ പറ്റുക? അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ട്രീറ്റിംഗ് വർക്കേഴ്സ് ഫെയർലി. ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാതെ വർക്കേഴ്സിനെ, എംപ്ലോയീസിനെ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ചാർജിങ് ഫെയർ പ്രൈസസ് ഫ്രം കസ്റ്റമേഴ്സ്. പിന്നെയോ പ്രൊവൈഡിങ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ്. പിന്നെ അവോയ്ഡിങ് അൺറീസണബിൾ പ്രോഫിറ്റ്സ്. പ്രത്യേകിച്ച് റീസൺ ഒന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോഫിറ്റ്സ് ഒന്നും ഉണ്ടാക്കരുത്. യൂസിങ് ആക്യുറേറ്റ് ആൻഡ് ഫെയർ വെയ്റ്റ്സ് ഓഫ് ദ ഗുഡ്സ്. ഇത് കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഈ സൊസൈറ്റിയോടും അതുപോലെ ബിസിനസ്സിനോട് തന്നെയും ഓണസ്റ്റ് ആയിട്ട് നിൽക്കാൻ ഉതകുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ്. ഈ ഒരു കുറച്ച് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ട്രീറ്റിംഗ് വർക്കേഴ്സ് ഫെയർലി എന്നൊക്കെ പറഞ്ഞ ഈ ഫാക്ടേഴ്സ് മീറ്റ് ചെയ്താൽ തന്നെ ബിസിനസ് വുഡ് ബി ഓണസ്റ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ ഷോർട്ട്, ബിസിനസ് എത്തിക്സ് ഈസ് നത്തിങ് ബട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ത്യൻ കൾച്ചറുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മോറൽ വാല്യൂസിനെയാണ് എത്തിക്സ് എന്ന് പറയുക. ആ എത്തിക്സിനെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഇന്ത്യൻ വാല്യൂസ്, ഇന്ത്യൻ ചിന്താഗതിയെ നമുക്ക് ബിസിനസ്സുമായിട്ട് കൂട്ടിയിണക്കി പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു 2 ഡെഫിനിഷൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. ബിസിനസ് എത്തിക്സ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഫോർ മെയിൻറ്റെയിനിങ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വിത്ത് സൊസൈറ്റി. സൊസൈറ്റിയുമായിട്ടൊരു ഹാർമോണിയസ്, ഒരു പീസ്ഫുൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആർട്ട് ആൻഡ് സയൻസ് ആണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയപ്പെടുന്നു. പിന്നെയോ ബിസിനസ് എത്തിക്സ് റെഫേഴ്സ് ടു റൈറ്റ് ഓർ റോങ് ബിഹേവിയർ ഇൻ ബിസിനസ് ഡിസിഷൻസ്. ബിസിനസ് ഡിസിഷൻസ് മേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായ ബിഹേവിയർ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടും ബിസിനസ് എത്തിക്സിനെ കാണാനായിട്ട് പറ്റും. ഇനി ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ, ethical business behavior facilitates and promote good to society. It improves profitability, fosters business relations and employee productivity. അത് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ബിസിനസ് റിലേഷൻസ് ഫോസ്റ്റർ ചെയ്യുന്നു, എംപ്ലോയി പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. എങ്ങനെയാണത്? കാരണം നമ്മൾ എംപ്ലോയീസിനെയൊക്കെ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക്
ആ ഒരു കമ്പനിയോട് ഒരു സ്നേഹമൊക്കെ തോന്നും, അവരുടെ വർക്കിനോടൊരു ലോയൽറ്റി ഒക്കെ കാണിക്കും. അങ്ങനെ വരുമ്പോൾ ദേ ഷുഡ് ഗീവ് ദെയർ ബെസ്റ്റ് അറ്റ് വർക്ക്. അങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി കൂടുന്നത്. ബിസിനസ് എത്തിക്സ് ഈസ് കൺസേൺ വിത്ത് ദ ബിഹേവിയർ ഓഫ് എ ബിസിനസ് മാൻ ഇൻ ഡൂയിങ് എ ബിസിനസ്. ഒരു ബിസിനസ് മാൻ്റെ ബിഹേവിയറിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ആ ബിസിനസ്സിൽ എത്തിക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ആ ബിസിനസ് മാൻ എന്ത് മോറലാണോ ഫോളോ ചെയ്യുന്നത്, എന്ത് മോറലാണോ ആ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, അതിൻ്റെ ബേസിസിലായിരിക്കും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ പോവുക. Unethical practices are creating problems to businessmen and business units. The life and growth of a business unit depends upon the ethics practiced by a businessman. Businessman practice ചെയ്യുന്ന എത്തിക്സിൻ്റെ ബേസിസിലായിരിക്കും ആ ബിസിനസ്സിൻ്റെ ലൈഫ്, ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി ഒക്കെ കണക്കാക്കാനായിട്ട് പറ്റുക. ഇനി ഈ ബിസിനസ് എത്തിക്സിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ബെനഫിറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൽ ഈ ബിസിനസ് എത്തിക്സ് എങ്ങനെയാണ് ബെനഫിഷ്യൽ ആകുന്നത്? ഫസ്റ്റ് പറയുന്നത്, അറ്റൻഷൻ ടു ബിസിനസ് എത്തിക്സ് ഹാസ് സബ്സ്റ്റാൻഷ്യലി ഇംപ്രൂവ്ഡ് സൊസൈറ്റിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എത്തിക്സ് പ്രോഗ്രാംസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ എ മോറൽ കോഴ്സ് ഇൻ ടർബുലൻറ്റ് ടൈംസിൽ മോറലായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി കൊടുക്കുന്നുണ്ട് എത്തിക്സ് പ്രോഗ്രാംസ്. എത്തിക്സ് സപ്പോർട്ട് എംപ്ലോയി ഗ്രോത്ത്, എംപ്ലോയി വെൽബീങ്ങിനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ എത്തിക്സ് പ്രോഗ്രാംസ് ഹെൽപ്പ് എൻഷുർ ദാറ്റ് പോളിസീസ് ആർ ലീഗൽ. എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ദേ ആർ ഫോളോയിങ് ദ എത്തിക്സ്. അപ്പോൾ അവരുടെ മനസാക്ഷി ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ സമ്മതിക്കില്ല. അപ്പോൾ അവിടെ പോളിസീസൊക്കെ ലീഗലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. എത്തിക്സ് പ്രോഗ്രാംസ് ഹെൽപ്പ് അവോയ്ഡ് ക്രിമിനൽ ആക്ട്സ് ഓഫ് ഒമിഷൻ ആൻഡ് ക്യാൻ ലോവർ ഫൈൻസ്. എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ക്രിമിനൽ ആക്ട്സ് ഒക്കെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഫൈൻസ് ഒന്നും അധികം ഈടാക്കേണ്ടി വരില്ല. പിന്നെയോ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു മാനേജ് വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഫോസ്റ്റർ ചെയ്യാനൊക്കെ എത്തിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ എത്തിക്കൽ പ്രോഗ്രാംസ് ഇൻ ബിസിനസ് ഒക്കെ സഹായിക്കുന്നു. ലാസ്റ്റ്, എത്തിക്സ് പ്രൊമോട്ട് എ സ്ട്രോങ് പബ്ലിക് ഇമേജ്. ആ ഒരു ബിസിനസ്സിന്, ആ ഒരു ഓർഗനൈസേഷന് ഒരു സ്ട്രോങ് പബ്ലിക് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും ഇഫ് ദാറ്റ് ബിസിനസ് ഈസ് ഫോളോയിങ് എത്തിക്സ്, അല്ലെങ്കിൽ എത്തിക്കലായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുവാണെങ്കിൽ പബ്ലിക്കിലൊരു ആ കമ്പനി നല്ലതാട്ടോ, അവിടുത്തെ പ്രോഡക്ട്സ് ഒക്കെ വളരെ നല്ലതാട്ടോ എന്ന് കസ്റ്റമേഴ്സ് പറയാൻ ഇടയാക്കും. ഇതൊക്കെയാണ് ഒരു ബെനഫിറ്റ്സിൽ പെടുന്നത്. ഇനി ഹൗ ടു ഇംപ്ലിമെൻറ്റ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ ബിസിനസ്. എങ്ങനെയാണ് ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക? 4 പോയിൻറ്റ്സ് ആണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഒന്ന്, ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പം CEO, CFO, ചെയർമാൻ, അവരെ പോലെയുള്ളവർ, അവരെയാണ് നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവരാണ് ഗൈഡിങ് ലൈറ്റ്. ആ ബിസിനസ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെ നയിക്കുന്ന ഗൈഡിങ് ലൈറ്റ് എന്ന് പറയുന്നത് ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഷുറിംഗ് ബിസിനസ് എത്തിക്സ്. ദേ ഗൈഡ് ദ ഹോൾ ഓർഗനൈസേഷൻ ടുവേർഡ്സ് എത്തിക്കൽ ബിഹേവിയർ. അവരാണ് ആ ഓർഗനൈസേഷനെ എത്തിക്കൽ ബിഹേവിയറിലേക്ക് നയിക്കേണ്ടവർ. ടു ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ് ആൻഡ് ഇൻകൾക്കേറ്റ് എത്തിക്കൽ ബിഹേവിയർ അമംഗ്സ് ദി മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, ദ CEO ആൻഡ് അതർ ടോപ്പ് ലെവൽ മാനേജേഴ്സ് നീഡ് ടു സ്ട്രോങ്ലി കമ്മിറ്റ് ദംസെൽസ് ടു എത്തിക്കൽ കോണ്ടക്ട്. അപ്പം ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? നീഡ് ടു സ്ട്രോങ്ലി കമ്മിറ്റ് ദംസെൽസ് എത്തിക്കൽ കണ്ടക്ട്. അവർ എത്തിക്കൽ കണ്ടക്റ്റിലേക്ക് സ്ട്രോങ്ലി ഫിറ്റ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ലേ മറ്റുള്ളവർക്കും മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അവർ ചെയ്യുമോ? ഇല്ല. അപ്പം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്നവർ എത്തിക്കലായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുകയാണെങ്കിൽ അത് കണ്ട് സബോർഡിനേറ്റ് ലെവലിലുള്ളവരും ചെയ്യുള്ളൂ, എത്തിക്സ് പ്രാക്ടീസ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഷുഡ് ടേക്ക് ദ ഇനീഷ്യേറ്റീവ് ടു എൻഷുർ ദിസ് എത്തിക്കൽ ബിഹേവിയർ ഇൻ ദ ഓർഗനൈസേഷൻ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പറയുന്നത് പബ്ലിക്കേഷൻ ഓഫ് എ കോഡാണ്. കോഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കമ്പനീസ് ഹാവിങ് എഫക്റ്റീവ് എത്തിക്സ് പ്രോഗ്രാംസ് ഡിഫൈൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടക്ട് ഇൻ റിട്ടേൺ ഫോം ഫോർ ദ ഹോൾ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ മുഴുവൻ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. ഇപ്പം
സ്കൂൾ എന്നൊരു കാര്യം, സ്കൂൾ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ സ്കൂളിലെ കുട്ടികളൊക്കെ യൂണിഫോം ഇടണം എന്ന ഒരു കോഡാണ്. അവരെല്ലാവരും യൂണിഫോം ഇടണം എന്ന് നിർബന്ധമാണ്. അതുപോലെ ഒരു ബിസിനസ്സിൽ എല്ലാവരും പാലിക്കേണ്ടതായിട്ടുള്ള ചില ചട്ടങ്ങളുണ്ടാവും, ചില റൂൾസ് ഉണ്ടാവും. അതിനാണ് കോഡ് എന്ന് വിളിക്കുക. ദാറ്റ് റിട്ടൺ ഡോക്യുമെന്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടക്ട് ഈസ് നോൺ ആസ് കോഡ്. അപ്പം അങ്ങനെ ഒരു കോഡ് എത്തിക്കൽ ബിഹേവിയറുമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എത്തിക്സിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള കോഡൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ എത്തിക്സ് ഇൻ ബിസിനസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. തേർഡായിട്ട് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കംപ്ലയൻസ് മെക്കാനിസംസ്. കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം സഫിഷ്യൻ്റ് ആയോ കാര്യങ്ങൾ? ഇല്ല. ഉണ്ടാക്കിയിരിക്കുന്ന ഈ കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ നല്ല രീതിയിൽ എംപ്ലോയീസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ചില പോളിസീസ് ഒക്കെ വഴിയാണ് നമുക്കത് ഉറപ്പ് വരുത്താൻ പറ്റുക. പോളിസി ലെവൽ ആക്ടിവിറ്റീസ്, അതിനാണ് ഇവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കംപ്ലയൻസ് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പബ്ലിഷിംഗ് ദ കോഡ് ഓഫ് കണ്ടക്ട് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് അണ്ടിൽ ദ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷസ് എ മെക്കാനിസം ടു എൻഷുർ ദേ ആർ ബീയിങ് ഫോളോഡ് ബൈ ദി എംപ്ലോയീസ്. പിന്നെയോ ലാസ്റ്റ് പോയിന്റ്, മെഷറിംഗ് റിസൾട്ട്സ്. ഈ റിസൾട്ട്സ് മെഷർ ചെയ്യാൻ അത്ര ഈസി അല്ല. അതിന് നമ്മൾ ഓഡിറ്റിംഗ് ഒക്കെ നടത്തണം. ഇങ്ങനെ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും? വൺസ് ദ ഓഡിറ്റിംഗ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്, ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദ ഫേം ക്യാൻ ഡിസ്കസ് ദ എൻഡ് റിസൾട്ട്സ് ഫോർ ദർ ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഓഡിറ്റിംഗ് നടത്തുന്നത് വഴി നമുക്ക് റിസൾട്ട്സ് അറിയാൻ പറ്റും. ആ റിസൾട്ട്സ് എത്തിക്കലാണോ എന്ന് ഡിസ്കസ് ചെയ്യാനും ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻസ് എടുക്കുമ്പോൾ ഇനി എന്തൊക്കെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് കൂട്ടിച്ചേർക്കാനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ, ഇനി റിസൾട്ട് എത്തിക്കൽ അല്ലെങ്കിൽ എങ്ങനെ ആ റിസൾട്ടിനെ എത്തിക്കലാക്കാൻ പറ്റുമെന്നൊക്കെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ ചിന്തിപ്പിക്കാൻ ഈ മെഷറിംഗ് റിസൾട്ട്സ് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റുക. ബിസിനസ് എത്തിക്സ് ആൻഡ് മാനേജ്മെൻറ്റ് അടുത്ത ടോപ്പിക്കാണ്. ഈ റെപ്പറ്റീഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇൻ്റർലിങ്ക്ഡ് ആണ്. എല്ലാ ടോപ്പിക്കും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് തോന്നുക. ഇത് ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്ന നോട്ടാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. സോ ഈ ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെൻറ്റിൻ്റെ റെഫറൻസ് ബുക്സൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്, ഉണ്ട് എന്നാലും കുറവാണ്. സോ പരമാവധി നിങ്ങൾ സോഴ്സസിൽ നിന്ന് നോട്ട്സ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ബിസിനസ് എത്തിക്സ് ആൻഡ് മാനേജ്മെൻറ്റ് ബി it of a kingdom, a war or a business enterprise has to be based on a value system. മുമ്പ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. മാനേജ്മെൻറ്റിന് ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാകണം. മാനേജ്മെൻറ്റ് ഈസ് സക്സസ്ഫുൾ വേർ ദ വാല്യൂ സിസ്റ്റം ഈസ് എക്സ്ട്രീംലി സ്ട്രോങ് ആയിട്ടുള്ളൊരു വാല്യൂ സിസ്റ്റത്തിൽ ഉള്ള മാനേജ്മെൻറ്റിനെ സക്സസ് ഉണ്ടാവുകയുള്ളൂ. മാനേജ്മെൻറ്റ് ഹാസ് ടു ഡീൽ വിത്ത് പീപ്പിൾ. ഇവിടെയാണ് ആ ഒരു കോംപ്ലക്സിറ്റി വരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻസിനെയാണ്. ഹ്യൂമൻസിന് പല പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവും, പല ബിഹേവിയേഴ്സ് ഉണ്ടാവും, എല്ലാവർക്കും പല സ്വഭാവങ്ങൾ, പല ഐഡിയാസ്, പല ഒപ്പീനിയൻസ് ആയിരിക്കും. അപ്പോൾ ഹ്യൂമൻസിനെ ഡീൽ ചെയ്യാൻ ഇറ്റ്സ് നോട്ട് സോ ഈസി. അപ്പോൾ അതിന് നമ്മൾ എത്തിക്കലായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യണം. എത്തിക്സ് ഉണ്ടെങ്കിൽ ഹ്യൂമൻ, അതായത് പീപ്പിളിനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓൾ ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈവൻ ട്വിൻസ്, ഐഡൻറ്റിക്കൽ ട്വിൻസിന് പോലും ഡിഫറൻസസ് ഉണ്ട്. അക്കോർഡിംഗ് ടു ദെയർ പെർസ്പെക്റ്റീവ്, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, അതിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ദ മാനേജ്മെൻറ്റ് ഈസ് റിക്വയർഡ് എവറിവെയർ. The principles of management which are used in every field is based on certain ethics and values. ഇതൊക്കെ പറഞ്ഞു പോയ പോയിന്റ് ഒക്കെ തന്നെയാണ്. ഇനി മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, ഇന്ത്യൻ എത്തോസ് ആൻഡ് വാല്യൂസ് ഇൻ മോഡേൺ മാനേജ്മെൻറ്റ്. റെപ്പറ്റീഷനാണ്. ഈ മുമ്പത്തെ ഞാൻ പറഞ്ഞ പല ടോപ്പിക്കായിട്ട് കൊടുത്തേക്കുന്നു, കാര്യങ്ങളൊക്കെ സെയിം ആണ്. മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫീസ്, പുരാണാസ്, ഇതിഹാസാസ് ഒക്കെ ഉണ്ടല്ലോ. ഇന്ത്യ ഈസ് എ ഡൈവേഴ്സ് കൺട്രി. പല റിലീജിയൻസ് ഇന്ത്യയിലുണ്ട്. അപ്പം എല്ലാ റിലീജിയനിൽ നിന്നും നല്ലത് തിരഞ്ഞെടുത്തിട്ട് അതിനെ നമ്മൾ ബിസിനസ്സിൽ പ്രാവർത്തികമാക്കുന്നു. എല്ലാ റിലീജിയൻ, എല്ലാ ബിലീഫ്സ്, എല്ലാ കൾച്ചറിൽ നിന്നും നമ്മൾ നല്ലതിനെ, വാട്ട് ഈസ് ഗുഡ്, ദ മോസ്റ്റ് ഗുഡ്, അതിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ദ ബെസ്റ്റ് തിരഞ്ഞെടുത്തിട്ട് അതിനെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, ഇന്ത്യൻ എത്തോസ് ആൻഡ് വാല്യൂസ് ഇൻ മോഡേൺ മാനേജ്മെൻറ്റ്. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യൻ എത്തോസ്?
എന്തൊക്കെ കൂടുന്നതാണ് ഇന്ത്യൻ എത്തോസ് എന്ന് പറയുന്നത്? കേംബ്രിഡ്ജ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി ഡിഫൈൻസ് എത്തിക്സ് ആസ് ദ സെറ്റ് ഓഫ് ബിലീഫ്സ് ഐഡിയാസ് എക്സെട്ര. കുറച്ച് വിശ്വാസങ്ങളെ ഐഡിയാസിനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് എത്തോസിനെ ഡിഫൈൻ ചെയ്യുന്നത്. കേംബ്രിഡ്ജ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി. Learner's Dictionary defines it as the moral ideas and attitudes that belong to a particular group or society. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ബിലോങ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് മോറൽ ഐഡിയാസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും. അതിനെയാണ് എത്തിക്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എത്തോസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ത്യൻ എത്തോസ് എന്ന് പറഞ്ഞാൽ the beliefs, ideas, values and morals constituting Indian culture, അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ ഉള്ളതായിട്ടുള്ള ബിലീഫ് സിസ്റ്റംസ്, ഐഡിയാസ്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എത്തിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ് എത്തോസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. The salient ideas and thoughts of scriptures. ഇനി കുറച്ച് സ്പിരിച്വൽ ടേംസ് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ത്യൻ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ടേംസ്, അത് കുറച്ചധികം സ്പിരിച്വൽ ആണ്, സാൻസ്ക്രിറ്റിക് ടേംസ് ആണ്. അതിൻ്റെ ബിസിനസ് എത്തിക്കൽ മീനിങ്ങും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അധികം എക്സ്പ്ലനേഷൻ ചെയ്യാൻ എനിക്ക് അത്ര അറിയില്ല, പറ്റുന്ന പോലെ പറഞ്ഞു തരാം. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതയച്ച. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഓൾ വർക്ക് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഡൂയിങ് വെൽ ടു ദ വേൾഡ് ആൻഡ് തസ് ഗെയിനിങ് മെറ്റീരിയലി ആൻഡ് സ്പിരിച്വലി ഇൻ അവർ ലൈഫ്സ്. നമ്മളുടെ വർക്കിനെ ലോകത്തിന് നന്മ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കണം, സർവീസ് ടു ഗോഡ് ആയിട്ട് കണക്കാക്കണം. അങ്ങനെ കണക്കാക്കുമ്പോഴേ നമ്മൾ മെറ്റീരിയലി സ്പിരിച്വലി ഗെയിൻ ചെയ്യുള്ളൂ ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. അർച്ചേദാന മദ്ഭയം. വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ്, അവരെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഡിവിനിറ്റിക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. വർഷിപ്പ് പീപ്പിൾ നോട്ട് ഓൺലി വിത്ത് material things but also by showing respect to their enterprising divinity within. ഇപ്പം എംപ്ലോയി ആയിട്ട് മാത്രം കാണാതെ ഒരു ഡിവൈൻ ബീയിങ് ആയിട്ട് കാണണം എന്നാണ് പറയുന്നത്. ആത്മന വിദ്യതേ വീര്യം. സ്ട്രെങ്ത് ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ എക്സലിംഗ് ഇൻ വർക്ക് കംസ് ഫ്രം ദ ഡിവൈൻ ഗോഡ്. നമുക്ക് വർക്കിൽ എക്സലൻസി കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത്തും ഇൻസ്പിറേഷനും ഒക്കെ നമുക്ക് കിട്ടുന്നത് ഡിവൈൻ ഗോഡിലൂടെയാണ്. അപ്പം ആ ഡിവൈൻ ഗോഡിനെ നമ്മൾ സദാ വർഷിപ്പ് ചെയ്യണം. എങ്ങനെ? പ്രയേഴ്സിലൂടെ, സ്പിരിച്വൽ റീഡിങ്സിലൂടെ, അൺസെൽഫിഷ് വർക്കിലൂടെ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സർവീസ് ടു ഗോഡായിട്ട് കണക്കാക്കുക. യദിശി ഭാവന യസ്യ സിദ്ധി ഭവതി തദ്രിഷ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ ആ രംഗത്ത് നമ്മൾ സക്സീഡ് ചെയ്യുന്നു. വി തിങ്ക് സോ വി സക്സീഡ് സോ വി ബിക്കം. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ ആയിത്തീരുക, അതാണ് പറയുന്നത്. അപ്പം നല്ലത് ചിന്തിച്ചാൽ നല്ലതായിത്തീരും. അറ്റൻഷൻ ടു മീൻസ് എൻഷുവേഴ്സ് ദി എൻഡ്. പരസ്പരം ഭാവയന്ത ശ്രേയ പരം ഭാവശ്യത. ബൈ മ്യൂച്വൽ കോർപ്പറേഷൻ, respect and fellow feeling, all of us enjoy the highest good, both material and spiritual. Mutual cooperation വഴിയും റെസ്പെക്റ്റ് ആൻഡ് ഫെലോ ഫീലിംഗ്, മറ്റുള്ളവർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം, അവരെയും നമ്മളെപ്പോലുള്ളൊരു ഫെലോ ബീയിങ് ആയിട്ട് കാണണം, ഡിവൈൻ ബീയിങ് ആയിട്ട് കാണണം. അങ്ങനെ കണ്ടാൽ മാത്രമേ ഓൾ ഓഫ് us എൻജോയ് ദ ഹയസ്റ്റ് ഗുഡ് ബോത്ത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ. ഇങ്ങനെയൊക്കെ കണ്ട് നമ്മൾ കോർപ്പറേറ്റ് ചെയ്താലേ നമ്മൾ മെറ്റീരിയലി സ്പിരിച്വലി ഗുഡ് ഗെയിൻ ചെയ്യുള്ളൂ. തേഷാം സുഖം തേഷാം ശാന്തി ശശ്വതി. ഇൻഫിനിറ്റ് ഹാപ്പിനെസ് ആൻഡ് ഇൻഫിനിറ്റ് പീസ് കം ടു ദം ഹൂ സീ ദ ഡിവൈൻ ഇൻ ഓൾ ബീങ്സ്. എല്ലായിടത്തും നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ഡിവിനിറ്റി ഉണ്ടെന്ന് ഡിവിനിറ്റിയെ കാണുന്നവർ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കേൾക്കുന്നതായിട്ടുള്ള എല്ലാ ഘടകത്തിലും ഡിവൈൻ ഗോഡിൻ്റെ ആ ഒരു പ്രസൻസ് മനസ്സിലാക്കുന്നവർക്ക് ഇൻഫിനിറ്റ് ഹാപ്പിനെസ്, ഇൻഫിനിറ്റ് പീസ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അതാ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്തെങ്കിലും തെറ്റ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ, അതായത് ഇത് ഈ സാൻസ്ക്രിറ്റിക് ടേംസ് ഒക്കെ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കേണ്ടതാണ്. ഓക്കെ. പരസ്പർ ദേവോ ഭവ. റിഗാർഡ് ദ അതർ പേഴ്സൺ ആസ് എ ഡിവൈൻ ബീങ്. ഓൾ ഓഫ് us have the same consciousness
though our packages and containers are different. നമ്മുടെ മുൻപിലുള്ള ആളെ എന്താ പറയുന്നത്, ഒരു ഡിവൈൻ ബീങ് ആയിട്ട് കണ്ടിട്ട് റെസ്പെക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ 8 പോയിന്റ്സിൽ ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ, ഒബ്സർവ് ദ ഡിവിനിറ്റി ഇൻ ഓൾ ആസ്പെക്ട്സ് യു സീ അറൗണ്ട് യു. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാത്തിലും ഡിവിനിറ്റിയെ കാണുക, റെസ്പെക്റ്റ് ചെയ്യുക, അൺസെൽഫിഷ് ആയിട്ട് വർക്ക് ചെയ്യുക. സോ യു ബിക്കം ഗുഡ് സ്പിരിച്വലി ആൻഡ് മെറ്റീരിയലി. അത്രയാണ് ഇവിടെ പറയുന്നുള്ളൂ. ഇതിൽ കൂടുതൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല, പോയിന്റ്സ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇത് എക്സാമിന് വരുന്നൊരു ചോദ്യമാണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇതുപോലെ കാണാതെ പഠിച്ചെഴുതുക, വേറെ ഒരു നിവൃത്തിയില്ല. ഇനി ഇന്ത്യൻ വാല്യൂസ് ഇൻ ദ വർക്ക് പ്ലേസ് ആണ് പറയാനുള്ളത്. ഇന്ത്യൻ വാല്യൂസ് ഇൻ ദ വർക്ക് പ്ലേസ് അടുത്ത ടോപ്പിക്കാണ്. അതിൻ്റെ ഫസ്റ്റ് സബ് ടോപ്പിക് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്പ് ഇൻ ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിലെ റിലേഷൻഷിപ്സിൻ്റെ പ്രാധാന്യം. ഇന്ത്യൻ ഫാമിലീസ് അൺലൈക്ക് വെസ്റ്റേൺ വൺസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്റ്റെൻഡഡ് ചൈൽഡ്ഹുഡ്. എക്സ്റ്റെൻഡഡ് ചൈൽഡ്ഹുഡ് എന്നാൽ children live with their parents and are supported by them for an extended period of time. കുറേ നാൾ പേരൻസിൻ്റെ അടുത്ത് നിന്ന് അവരുടെ സ്നേഹവും അവരുടെ സപ്പോർട്ടും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ ചിൽഡ്രന് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇവർ എൽഡേഴ്സ് ഇവരെ ഒരുപാട് കൺസേൺ ചെയ്യുന്നു, ലവ് ചെയ്യുന്നു, കെയർ കിട്ടുന്നൊക്കെ ഉണ്ട്, ബോയ്സ് ആണേലും ഗേൾസ് ആണേലും. അപ്പം ഇവർ ചെറുപ്പത്തിലെ തൊട്ടേ ഈ റിലേഷൻഷിപ്സിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നായിരിക്കും വരുന്നത്. മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ ഫാമിലീസ് അങ്ങനെയാണ്, റിലേഷൻഷിപ്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം ഇതേ ഒരു മനോഭാവം വെച്ചിട്ടാണ് ഇവർ വർക്കിനും വരിക. അപ്പോൾ വർക്കിലും ഇതുപോലെ നല്ല റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഇവർ മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. മറ്റുള്ളവരുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ ഫാമിലിയിൽ ഞാൻ മറ്റുള്ളവരെ എങ്ങനെയാണോ കാണുന്നത് അതുപോലൊരു റിലേഷൻഷിപ്പ് എനിക്ക് വർക്ക് പ്ലേസിൽ എൻ്റെ കൊളീഗ്സുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു ആഗ്രഹവുമായിട്ടാണ് ഇവർ വർക്കിലേക്കും വരിക. This is exemplified in the office where the subordinate calls the superior elder brother or elder sister, whereas in the Western countries employees call each other sir or mister, as in the UK, or using first names as in the USA even with an aged or superior employer. ഇന്ത്യൻ കോൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫീസുകളിൽ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ സുപ്പീരിയേഴ്സിനെ എൽഡർ ബ്രദർ അല്ലെങ്കിൽ എൽഡർ സിസ്റ്റർ, ചേച്ചി, ചേട്ട, അങ്ങനെ ഒരു രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത്, ഷോയിങ് ദ റെസ്പെക്ട് ഇൻ ദാറ്റ് വേ. ഇനി നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് നോക്കുകയാണെങ്കിൽ, UK നോക്കുകയാണെങ്കിൽ അവർ തമ്മിൽ സർ, മിസ്റ്റർ എന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്യുക. അപ്പം സബോർഡിനേറ്റ് ആണെങ്കിലും സുപ്പീരിയർ ആണെങ്കിലും എംപ്ലോയീസ് തമ്മിലാണെങ്കിലും ഇങ്ങനെ സർ, മിസ്റ്റർ എന്ന രീതിയിലായിരിക്കും അഭിസംബോധന ചെയ്യുക. സബോർഡിനേറ്റ് ആണെന്ന് വെച്ച് കുറച്ച് ബഹുമാനം കൂടുതൽ കൊടുക്കുന്നില്ല. USA നോക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് നെയിം ആണ് വിളിക്കുക. അപ്പം നമ്മളെക്കാളും പ്രായമുള്ള ഒരാളെ ആണെങ്കിലും ഓഫീസിലൊക്കെ ചെന്ന് നമ്മൾ ഫസ്റ്റ് നെയിം ആണ് വിളിക്കുക. മൂത്ത ആളാണല്ലോ എന്നോർത്ത് സർ അങ്ങനെയൊന്നും വിളിക്കില്ല. ഫസ്റ്റ് നെയിം വെച്ചിട്ടാണ് അവരെല്ലാവരെയും അഭിസംബോധന ചെയ്യുക. വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഇൻഡിവിജ്വൽസ് greatly facilitates cohesive team building, but Indian employees are worse team players. അപ്പോൾ ഇങ്ങനെ ഒരു മനോഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ എംപ്ലോയീസ് വേഴ്സ്റ്റ് ടീം പ്ലെയേഴ്സ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അത് എത്രത്തോളം സത്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആ ടോപ്പിക് ഇവിടെ വെക്കുകയാണ്. ഡ്യൂ ടു പുവർ ഹാൻഡ്ലിംഗ് ഓഫ് ദിസ് നീഡ് ഫോർ റിലേഷൻഷിപ്പ് ഓഫ് ദ ഇന്ത്യൻ വർക്കർ ബൈ ദ ഓർഗനൈസേഷൻ, ദ വർക്കർ ഫേസസ് ആൻ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ്. അപ്പം നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന ഒരു മനോഭാവത്തോടു കൂടി വർക്ക് പ്ലേസിലേക്ക് എത്തുന്ന ഇന്ത്യൻ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കിട്ടാതെ വരുമ്പോൾ അവർ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആബ്സെൻസ് ഓഫ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് ഐഡൻറ്റിറ്റി ക്രൈസിസിന് കാരണമാക്കുന്നു. അപ്പം ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണ്? ഈ റിലേഷൻഷിപ്സ് എമംഗ്സ്റ്റ് ഇൻഡിവിജ്വൽസ് വിത്തിൻ വർക്ക് പ്ലേസ് ക്യാൻ റിസൾട്ട് ഇൻ ആൻ ഓർഗനൈസേഷണൽ കൾച്ചർ വിച്ച് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ടു റിലീസ് പോസിറ്റീവ് എനർജീസ്. അപ്പോൾ ഈ ഇന്ത്യൻ വാല്യൂസ്, ഈ ഇന്ത്യ നമ്മുടെ റിലേഷൻഷിപ്സിന് കൊടുക്കുന്ന ആ ഒരു വാല്യൂസ് ഓർഗനൈസേഷൻസിലും കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമിലീസിലുള്ള ആ ഒരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, വാല്യൂവിങ്
റിലേഷൻഷിപ്പ് അത് ഓർഗനൈസേഷനിലും നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ പോസിറ്റീവ് എനർജീസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന പറയുന്നത്. ഇൻഡിവിജ്വൽസ് ടു റിലീസ് പോസിറ്റീവ് എനർജീസ് എന്ന് പറഞ്ഞാൽ എംപതി, ടുഗെദർനെസ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹെൽപ്പ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഗ്രേറ്റ് ടീം ബിൽഡിംഗ്. അതിനൊക്കെ സഹായിക്കും. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്സിനെ വർക്ക് പ്ലേസിൽ പ്രധാനമായിട്ട് കണക്കാക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമായിട്ട് റിലേഷൻഷിപ്പിനെ വർക്ക് പ്ലേസിൽ കാണുന്നത് ഇതുകൊണ്ടാണെന്ന്. നമ്മൾ കൂടുതൽ എംപത്തറ്റിക് ആയിരിക്കും, നമുക്ക് കുറച്ച് ഒരു ടുഗെദർനെസ് ഫീൽ ചെയ്യും, മറ്റുള്ളവരെ കൂടുതലും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, ടീം ബിൽഡിംഗ് ബെറ്റർ ടീം ബിൽഡേഴ്സ് ആയിട്ട് മാറാനൊക്കെ പറ്റുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ദി ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്പ് ഇൻ വർക്ക് പ്ലേസ്. എന്താണ് ഇമ്പോർട്ടൻസ്? വി ബിക്കേം മോർ എംപത്തറ്റിക്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വിൽ ബി ഇൻ എ ഗ്രേറ്റ് ലെവൽ, ഇമോഷണൽ സപ്പോർട്ട് ക്യാൻ ബി പ്രൊവൈഡഡ്, ഗ്രേറ്റ് ടീം ബിൽഡിംഗ് ഫോസ്റ്റേഴ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് ആണ്. മുമ്പ് പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോയിരുന്നു. ഇന്റർലിങ്ക്ഡ് ആണ് എല്ലാ പോയിന്റ്സും. എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക. ഇന്ത്യൻ കൾച്ചർ പുട്സ് എ ഹൈ വാല്യൂ ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഏജ്. നമ്മളെക്കാട്ടിലും പ്രായമുള്ള ആളുകളെയും നമ്മളെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള അനുഭവ സമ്പത്തുള്ള ആൾക്കാരെയും റെസ്പെക്റ്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്തവരാണ് ഇന്ത്യൻസ്, അല്ലേ? ഇപ്പം ഇന്ത്യൻ കൾച്ചർ ടീച്ചേഴ്സ് ദ ഇൻഡിവിജ്വൽ ടു അഡ്മയർ, റെസ്പെക്റ്റ് ആൻഡ് ഒബേ എൽഡേഴ്സ്. ഇങ്ങനെ ഒരു മനോഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അവർ നമ്മൾ കണ്ടതിനേക്കാട്ടിലും കൂടുതൽ ലോകം കണ്ടവരാണ് എന്നൊരു ചിന്ത നമ്മളുടെ ഉള്ളിലുണ്ട്. ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ അതുകൊണ്ടാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. അവർ നമ്മളെക്കാട്ടിലും കൂടുതൽ പഠിച്ചവരാണ്, പ്രായമുള്ളവരാണ്. സോ വി റെസ്പെക്ട് ദം. അങ്ങനെ ഒരു റെസ്പെക്റ്റ് വർക്ക് പ്ലേസിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യൻ വർക്ക് പ്ലേസുകളിൽ ഇങ്ങനെ ഒരു റെസ്പെക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. സുപ്പീരിയേഴ്സിനെ ആ ഒരു റെസ്പെക്റ്റോട് കൂടി അവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുള്ള സബോർഡിനേറ്റ്സ് ആണ്, എംപ്ലോയീസ് ആണ് വർക്ക് പ്ലേസിലുള്ളത്. The younger person becomes more confident in his job and receives valuable inputs from the older person. ഈ സുപ്പീരിയേഴ്സ് പറയുന്ന കാര്യങ്ങളെ കേട്ട് അതിൽ നിന്ന് കോൺഫിഡൻസ് ഉൾക്കൊണ്ടിട്ട് ജോബിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ യങ്ങർ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്നു. ഓൾഡർ പേഴ്സൺസ് എന്ത് ചെയ്യുന്നു? അവരുടെ അനുഭവങ്ങൾ, അവരുടെ ഇൻസൈറ്റ്സ് അവർ പറഞ്ഞു കൊടുക്കാൻ ഒരു മടിയും കാണിക്കാറുമില്ല. അപ്പം ആ ഒരു കോർപ്പറേഷൻ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റെസ്പെക്ട് ഫോർ ഹയറാർക്കി ആൻഡ് സ്റ്റാറ്റസ്. അതിൻ്റെ ഒരു റെപ്പറ്റീഷൻ പോലെ തന്നെയാണ് താഴത്തെ ഈ പോയിന്റും വരുന്നത്. ഹയറാർക്കിയെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് മടിയില്ല. ഇന്ത്യൻ ആ ഒരു നേച്ചറാണ്, ഇന്ത്യൻ സ്വഭാവമാണ് ഹയറാർക്കിയെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാമിലിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ദ വൺ ഹൂ ഏൺസ്, ആരാണോ ആ ഫാമിലിയുടെ ഫുഡ് പ്രൊവൈഡർ, അവർക്ക് നമ്മൾ കുറച്ചധികം റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അവരെയാണ് ആ ഫാമിലിയുടെ ഹെഡായിട്ട് നമ്മൾ കാണുക. ഓക്കെ, ഇപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലി എടുക്കുകയാണെങ്കിൽ അതിൽ ആരാണോ ദ എൽഡസ്റ്റ് പേഴ്സൺ, അവർക്കായിരിക്കും ആ ഫാമിലിയുടെ മുഴുവൻ അധികാരവും ഉണ്ടാവുന്നത്. ഇൻ ദ ഇന്ത്യൻ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, എ ചൈൽഡ് ലേൺസ് വെരി ഏർലി ഇൻ ലൈഫ് റെസ്പെക്ട് ഫോർ ഹയറാർക്കി layers of people, their status within the family and their varying degrees of authority. അപ്പം ഇന്ത്യൻ ജോയിൻറ്റ് ഫാമിലി കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അവർ ചെറുപ്പം തൊട്ടേ ഹയറാർക്കിയെ റെസ്പെക്റ്റ് ചെയ്യാൻ, ഹയറാർക്കിക്കൽ സ്റ്റാറ്റസിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചു വരുന്ന ഒരു അവസ്ഥയാണ്. ചെറുപ്പം തൊട്ടേ നമുക്കൊരു മടി തോന്നില്ല ഹയറാർക്കിയെ റെസ്പെക്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു മനോഭാവം ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ കയറുന്നതുകൊണ്ട് വർക്ക് പ്ലേസിലും സുപ്പീരിയേഴ്സിനെ ബഹുമാനിക്കാൻ നമുക്കൊരു മടി തോന്നാറില്ലെന്ന്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നീഡ് ഫോർ സെക്യൂരിറ്റി. ഇന്ത്യൻ സിസ്റ്റം ഓഫ് ജോയിൻറ്റ് ഫാമിലിയിൽ ഒരുപാട് അംഗങ്ങളുണ്ടല്ലോ. ദ ഏർലി പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓറിയന്റഡ് ഫാമിലി ലൈഫ്. ദ ഇന്ത്യൻ വർക്കർ പുട്സ് എ വെരി ഹൈ പ്രീമിയം ഓൺ സെക്യൂരിറ്റി ഇൻ ദ വർക്ക് പ്ലേസ്. ഇന്ത്യൻ പേരൻസ് ചിൽഡ്രൻ്റെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കുന്ന കൂട്ടത്തിലാണ്. അതായത് ആ ഒരു ചൈൽഡ് പാരന്റ് റിലേഷൻഷിപ്പ് ഇന്ത്യൻ കോൺസെപ്റ്റിൽ വളരെ സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലി തന്നെയല്ല, ന്യൂക്ലിയർ ഫാമിലി എടുത്താലും കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു രീതി. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വർക്ക് പ്ലേസിലേക്ക് വന്നു കഴിയുമ്പോഴും ആ ഒരു സെക്യൂരിറ്റി, ആ ഒരു ജോബ് സെക്യൂരിറ്റി ഒക്കെ ഇവർ വർക്ക് പ്ലേസിൽ നിന്നും
എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിയിൽ എങ്ങനെയായിരുന്നോ, ഫാമിലിയിൽ എങ്ങനത്തെ തരത്തിലുള്ള സെക്യൂരിറ്റി ആയിരുന്നു അവർ ഫേസ് ചെയ്തത്, ദേ വർ വെരി സെക്യൂർ ഇൻ ദർ ഫാമിലീസ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേ ഒരു സെക്യൂരിറ്റി ഇവർ വർക്ക് പ്ലേസിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. In the workplace, the need for security results in acceptance of superior's authority and superior subordinate dependence. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവർ സുപ്പീരിയർ സബോർഡിനേറ്റ് ഡിപ്പെൻഡൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവർ സുപ്പീരിയേഴ്സിനെ ഒബേ ചെയ്യുന്നു. സച്ച് എ സെൻസ് ഓഫ് mutuality has many positive outcomes which results in work getting done without any disruption. Insecurity hangs over the heads of the employees. They will be demotivated. അപ്പം വർക്ക് പ്ലേസിൽ ഇൻസെക്യൂർ ആണെങ്കിൽ അവർ ഡിമോട്ടിവേറ്റഡ് ആയിരിക്കും, പ്രൊഡക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷന് ബൂസ്റ്റപ്പ് ഉണ്ടാവുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് അടുത്ത പോയിൻ്റാണ്. ഇന്ത്യൻ കൾച്ചർ ഹൈലി വാല്യൂസ് ലിവിങ് ബൈ ഹൈ ഐഡിയൽസ്. ഇന്ത്യൻ കൾച്ചർ ജീവിക്കുമ്പോൾ ഹൈ ഐഡിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം, പക്ഷെ സിമ്പിൾ ലിവിങ്ങും ആയിരിക്കണം. ജീവിതത്തിൽ നമ്മൾ സിംപ്ലിസിറ്റി പുലർത്താൻ വേണം, പക്ഷെ തിങ്കിങ്ങിൽ നമ്മൾ ആ സിംപ്ലിസിറ്റി പുലർത്തരുത്, ഹൈ തിങ്കിങ് ആയിരിക്കണം. ഹൈ ഐഡിയൽസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ഫോർ ആൻ എക്സാമ്പിൾ ഈസ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ ഹോൾ ഫിലോസഫി ഇൻ ലൈഫ് വാസ് സിമ്പിൾ, ബട്ട് ഹി പ്രാക്ടീസ്ഡ് ഹൈ തിങ്കിങ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ്. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ഫോളോ ചെയ്യേണ്ട ഒരു ഘടകമാണെന്നാണ് പറയുന്നത് ഹൈ തിങ്കിങ് എന്നത്. ഒരു ട്രൂ ലീഡർ എക്സ്പെക്റ്റഡ് ടു ഫോളോ ദിസ് ഐഡിയൽ. ഒരു ട്രൂ ലീഡർ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സിമ്പിൾ ലിവിങ് ആയിരിക്കണം, പക്ഷെ ഹൈ ഐഡിയൽസ്, ഹൈ തിങ്കിങ് ബേസ് ചെയ്തിട്ടായിരിക്കണം അവരുടെ പെർഫോമൻസ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെയുള്ളൊരു ഇൻഡിവിജ്വൽ, ഈ ഒരു സിംപ്ലിസിറ്റി ഫോളോ ചെയ്യുന്ന ഇൻഡിവിജ്വൽ സ്റ്റാർട്ട്സ് ബീയിങ് ലെസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് സെൽഫ് ആൻഡ് മോർ ഓറിയൻറ്റഡ് ടുവേർഡ്സ് ദ വെൽബീങ് ഓഫ് അതേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഈ സിംപ്ലിസിറ്റിയും ഹൈ തിങ്കിങ്ങും ഉള്ള വ്യക്തി തൻ്റെ സെൽഫിഷ് ആയിട്ടുള്ള സെൽഫിഷ്നെസ് കുറഞ്ഞിരിക്കും. ഹീ ഓർ ഷീ മസ്റ്റ് വർക്ക് ടുവേർഡ്സ് ദ വെൽബീങ് ഓഫ് അതേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. മറ്റുള്ള ആളുകളുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ട് അൺസെൽഫിഷ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇവരെ പ്രാപ്തരാക്കും ഈ ഒരു സിംപ്ലിസിറ്റി ആൻഡ് ഹൈ തിങ്കിങ്. ഇത് എന്തിന് റിസൾട്ട് ചെയ്യുന്നു? കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ആൻഡ് മീനിങ്ലെസ് കോമ്പറ്റീഷൻസ് ആർ റെഡ്യൂസ്ഡ്. ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ കോൺഫ്ലിക്ട്സ് ഇല്ലാണ്ടാവും, ഡിസ്ട്രക്റ്റീവ് ആൻഡ് മീനിങ്ലെസ് കോമ്പറ്റീഷൻസ് ഒക്കെ ഒഴിവാവും എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ ഗുഡിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, എൻ്റെ സെൽഫിഷ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനല്ല, ആ ഒരു മനോഭാവം. പിന്നെ വരുന്ന ഒരു പോയിന്റ് ദ കർത്ത എന്നാണ്. കർത്ത finds mention in many Indian ancient texts and scriptures. Karta is the head of the family whose members may be extended and joined. ഒരു കൈൻഡ് ഓഫ് ജോയിൻറ്റ് ഫാമിലിയിലുള്ള ഒരു ഹെഡ് ഓഫ് ദ ഫാമിലിയാണ് നമ്മൾ കർത്ത എന്ന് വിളിക്കുക. കർത്ത എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അതോറിറ്റി ഓവർ എവരി വൺ എൽസ് ഇൻ ദാറ്റ് ഫാമിലി ഈസ് അൺക്വസ്റ്റ്യനബിൾ. ആ കർത്ത എന്ന് പറയുന്ന ആ ഹെഡ് ഓഫ് ദ ഫാമിലിയെ ആ വ്യക്തി എൻജോയ് ചെയ്യുന്ന അതോറിറ്റിയെ ആരും ചോദ്യം ചെയ്യാറില്ല. ആ വ്യക്തി പറയുന്നതായിരിക്കും ദ മീൻസ് ആൻഡ് എൻഡ് ഓഫ് ദാറ്റ് ഫാമിലി. ദ കോൺസെപ്റ്റ് ഓഫ് കർത്ത ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ഇൻ ദി നാരദ സ്മൃതി ആസ് ദ മാനേജർ ഓഫ് ദ ഫാമിലി with the power to influence every decision pertaining to the welfare of the family. ആ ഒരു ഹൈറാർക്കിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ കർത്ത എന്ന ആ വ്യക്തി, ആ ഹെഡ് ഓഫ് ദ ഫാമിലി പറയുന്നതായിരിക്കും ആ ഫാമിലിയുടെ മൊത്തത്തിലുള്ള തീരുമാനം. ആൻഡ് അതിനെ എതിർക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പം ഇത് നമ്മൾ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ, ആ ബിസിനസ്സിൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പറയുന്നതായിരിക്കും ആ കമ്പനിയുടെ ആ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആളുകൾ മുൻപോട്ട് വയ്ക്കുന്ന ഗോൾ ആയിരിക്കും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ ഈ എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് മുതിരില്ല. ഈ കർത്ത എന്ന കോൺസെപ്റ്റിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ പ്രാക്ടീസിനെ കാണുന്നത്. Thus, even in the workplace, the individual tends to look for a symbolic father figure, a karta, for guidance and protection. ആ ഫാദർ ഫിഗർ ആണ് ആര്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്.
If he finds such a karta in his boss, then he willingly and unquestioningly accepts his authority and gives his respect and reverence. അപ്പോൾ ഈ കർത്ത എന്ന് പറയുന്ന ആൾ അടിച്ചേൽപ്പിക്കുക അല്ല ചെയ്യുന്നത്, ഒരു ഫാദർ ഫിഗർ ആണ്. ഇന്നത് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. നോട്ട് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്, സപ്രസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. മറിച്ച് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെ ആയിട്ടാണ് ഈ കർത്ത എന്ന ടേം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവർ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ കർത്ത പോലെയുള്ളൊരു ബോസാണ് ഉള്ളതെങ്കിൽ ആ വ്യക്തിയെ ഒബേ ചെയ്യാൻ വർക്കേഴ്സ് മടി കാണിക്കില്ലെന്നാണ് പറയുന്നത്. ആക്ച്വലി ഇൻ ഇന്ത്യൻ ഫിലോസഫി ദ കർത്ത ഈസ് ടേക്കൻ ടു ബി ഹൈലി മോറൽ, എത്തിക്കൽ പേഴ്സൺ. നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ല കർത്ത എന്ന ടേമിന് ഇന്ത്യൻ ഫിലോസഫിയിൽ കൊടുക്കുന്നത്. മോറൽ എത്തിക്കൽ പേഴ്സൺ ഹു ഓൺലി ഹാസ് ദ വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് അണ്ടർ ഹിസ് ഗൈഡൻസ്. അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിൽ ആ ഫാമിലിയിലുള്ള ആൾക്കാരുടെ വെൽഫെയറിനാണ് പ്രാധാന്യം, അല്ലാണ്ട് അവരെ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം കമ്പനിയിലെ ബോസ് അങ്ങനെയാണെങ്കിൽ വർക്കേഴ്സ് വിൽ ഫീൽ എ സെക്യൂരിറ്റി, ജോബ് സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ കൂടും, അവർ സെക്യൂർ ആണെന്ന് അവർക്ക് തോന്നും. സോ ദേ പ്രൊവൈഡ് ദെയർ ബെസ്റ്റ് അറ്റ് വർക്ക്. Moreover, a manipulative and unethical person does not fall under this concept. ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള പേഴ്സൺ ഒരിക്കലും കർത്തയാവാൻ പറ്റില്ല. എത്തിക്കൽ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന മോറലി ഗുഡ് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ കർത്തയാവാനായിട്ട് പറ്റുള്ളൂ. സോ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് കുറച്ചധികം കൺഫ്യൂസിങ് ആണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ വീഡിയോ കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ടെക്സ്റ്റ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ടോപ്പിക്സ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു പോവുക എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ചിലതൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തവയുണ്ട്. മുമ്പ് പറഞ്ഞ മറ്റേ ആത്മന, മോക്ഷാർത്ഥം, ജഗത് ഹിതേച്ഛ, അങ്ങനത്തെ ടേംസ് ഒക്കെ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതൊക്കെ കാണാതെ പഠിക്കാനേ നിവൃത്തിയുള്ളൂ. സോ ഇത്രയാണ് ഇപ്പം ഇന്ന് ഉദ്ദേശിക്കുന്നത്. കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.